ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ ലിസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ലിസ്റ്റ് ചെയ്യാനും പറ്റും. നമ്മൾ റീച്ചും കൂടും അക്കൗണ്ടിന്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് ഫുള്ള് വീഡിയോ കാണുക. അപ്പം ഇന്നാക്റ്റീവിൽ ഇട്ടേക്കുന്ന കുറച്ച് ലിസ്റ്റിങ്സ് ഞാൻ കാണിച്ചിട്ടാണ്. ഇതൊരു ക്ലയൻറ്റ് ചെയ്തതാണ്. അപ്പം ഇന്നാക്റ്റീവിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വന്നിരിക്കുന്നത് നോക്കാം. ഓക്കെ, ഇത് കുറെ ഇതിപ്പോ 15ഓളം ലിസ്റ്റിങ്സ് ഉണ്ട്. അതിൽ എന്താണ് ഈ പ്രോബ്ലം വന്നിരിക്കുന്നതാണ് ഈ ചെക്ക് ഇൻസൈറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ എന്താണ് പ്രോബ്ലം, വൺ ഇൻസൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പ്രോബ്ലം ഇവിടെ ഐഡന്റിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ ദിസ് പ്രൊഡക്റ്റ് ഈസ് ബാൻഡ് ആസ് പെർ ലീഗൽ ഗൈഡ് ലൈൻസ്. ഒന്നെങ്കിൽ ഈ ഒരു പിക്ചർ കൊണ്ടിട്ടായിരിക്കും ഇത് ഗൈഡ് ലൈൻസ് ഇഷ്യൂ ആയേക്കുന്നത്. അപ്പോൾ അത് നോക്കുക. ഇങ്ങനെയുള്ള പിക്ചറൊക്കെ ഇടുമ്പം പോപ്പുലാരിറ്റി ഉള്ള പിക്ചേഴ്സ് ഇടുമ്പം നമ്മൾ നോക്കുക, ചെക്ക് ചെയ്തിട്ട് മാത്രം ഇടുക. എന്തെങ്കിലും ഗൈഡ് ലൈൻസ് ലീഗൽ ഇഷ്യൂസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ചെക്ക് ചെയ്യാം. പിന്നെ അടുത്തത് നോക്കാം. രണ്ട് പ്രോബ്ലംസ് ഉണ്ട്. ആക്ച്വലി പ്രൈമറി ഇമേജ് ഷുഡ് ബി ഇൻ എ വൈറ്റ് ലൈറ്റ് ഗ്രേ യൂണിഫോം ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ മാൻഡേറ്ററി ഇമേജ് ആർ നോട്ട് ഫൗണ്ട് ഓൺ യുവർ ലിസ്റ്റിംഗ്. ഈ മാൻഡേറ്ററി ആയിട്ടുള്ള ഇമേജസ് കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ബാക്ക് വ്യൂ കൊടുത്തിട്ടില്ല, അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. അതാണ് ഇവർ മെയിനായിട്ട് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും അത്യാവശ്യം കുറഞ്ഞൊരു 5 പിക്സെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ 1-2 പിക്ചർ നല്ല അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള, അതുപോലെ തന്നെ ബാക്ക് വ്യൂ എന്ന് പറയുമ്പോൾ ബാക്ക് വ്യൂവും, അതുപോലെ തന്നെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് വ്യൂവും കൊടുക്കുക. പിന്നെ സൈഡ് വ്യൂ താഴത്ത് എഴുതിയിട്ടുണ്ട്. സൈഡ് വ്യൂ ക്ലോസ് നെക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് താഴത്ത് എഴുതിയിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എന്നിട്ട് അത് നോക്കിയിട്ട് നിങ്ങൾ ഇമേജസ് അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, ഞാൻ അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വേറൊരു ടീഷർട്ടിൻ്റെ എന്താണ് പ്രോബ്ലം നോക്കാൻ വേണ്ടി പോവാണ്. എഡിറ്റ് കൊടുക്കുവാണെങ്കിൽ ഇതിൽ പറയുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ mandatory image are not found on your listing. Please provide back view of product. ബാക്ക് വ്യൂ ഇതിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ലിസ്റ്റ് ചെയ്യുമ്പം നമ്മൾ ആദ്യത്തെ ഇമേജിന് രണ്ടാമത്തെ ഇമേജ് അത് മാൻഡേറ്ററി ആയിട്ട് നമ്മളത് കൊടുക്കുമ്പം ക്ലിയർ ആയിട്ട് അത് ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് അത് കൊടുക്കേണ്ടത്. ഞാൻ 2-3 പോയിന്റ്സ് ഞാൻ പറയാം. അപ്പോൾ ആദ്യത്തെ ഇമേജ് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ എന്താണോ ക്രിയേറ്റീവ് കൊടുത്തിരിക്കുന്നത് അത് കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റണം. അതുപോലെ തന്നെ ബാക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ബാക്ക് സൈഡ് കൊടുക്കണം. ബാക്ക് സൈഡിലുള്ള വ്യൂ എന്താണെന്ന് വെച്ചാൽ ക്രിയേറ്റീവ്സ് ഉണ്ടെങ്കിൽ ക്രിയേറ്റീവ്സ് വെച്ചിട്ടുള്ള ബാക്ക് സൈഡ് കൊടുക്കുക, അല്ലെങ്കിൽ നോർമൽ ബാക്ക് സൈഡ് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെയുള്ള അത് കൂടാതെ ഒരു പോയിന്റും കൂടെ ഉണ്ട്. ഈ 2 ഫോട്ടോയും സെയിം പിന്നെ ആള് തന്നെ ആയിരിക്കണം ആ ഒരു ഉണ്ടാവേണ്ടത്. അങ്ങനെ ആയിരിക്കണം ഇത് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ വേറെ 2-3 ലിസ്റ്റിങ്സ് കാണിച്ചു തരാം. അതിൽ 2 പേരാണ്. ഇപ്പം ഒരു ഇതില് ഒരാളും വേറൊരു ക്രിയേറ്റീവില് വേറൊരാളും, അങ്ങനെ ഒരു ഇത് വരുമ്പോൾ ഇതിൽ പ്രോബ്ലം വരും. അപ്പം 2 ക്രിയേറ്റീവിലും ഒരാൾ തന്നെ ആയിരിക്കണം വരേണ്ടത്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഹലോ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ അടുത്തൊരു ലിസ്റ്റിംഗ് ആണ്. ലിസ്റ്റിംഗ് ഓക്കെ, എഡിറ്റ് കൊടുക്കുമ്പോൾ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഔട്ട്ഡോർ ഷൂട്ട് ഇമേജ് ആർ നോട്ട് അക്സെപ്റ്റഡ്. ഔട്ട്ഡോറുള്ള ഷൂട്ടൊന്നും അക്സെപ്റ്റ് ചെയ്തില്ല. ഇത് മെയിനായിട്ട് ഇവർ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മളിങ്ങനെയുള്ള ഔട്ട്ഡോർ ഭയങ്കര സീനറിയും കാര്യങ്ങളുള്ള ഷൂട്ട് എടുക്കുമ്പം അതിലോട്ട് ആൾക്കാരുടെ ശ്രദ്ധ പോവുകയും നമ്മുടെ ടീഷർട്ടാണല്ലോ നമ്മൾ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ആ ടീഷർട്ട് പ്രോപ്പറായിട്ട് ഫോക്കസ് ആകത്തില്ല. അതാണ് മെയിനായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത്.
ടീഷർട്ടിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഫോട്ടോസ് ആണെങ്കിൽ ഓക്കെയാണ്. ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആണെങ്കിൽ ഓക്കെയാണ്. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും ബാക്കി വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ലിസ്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.